ഈ ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേകരെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞത് എല്ലാം ഓർക്കുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവും പറഞ്ഞ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. രോഗിയായി കിടക്കുന്ന അവസ്ഥകളുണ്ട്, ആക്സിഡൻ്റിലായി കിടക്കുന്ന അവസ്ഥകളുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട്. കർത്താവെ, ഓരോ പ്രാർത്ഥന വിഷയങ്ങളെയും സ്തോത്രം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിൻ്റെ മേൽ അവിടുത്തെ അദൃശ്യമായ കരം നീട്ടി കർത്താവെ പൂർണ്ണമായ ഒരു വിടുതലും സൗഖ്യവും നൽകണമെന്ന് അടിയൻ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. ഇന്ന് 2 ദിനവൃത്താന്തം അതിൻ്റെ 29-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഹിസ്കീയാവ് 25-ാം വയസ്സിൽ വായിച്ചു തുടങ്ങി 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സഖ്യാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അവൻ തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റ തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യന്മാരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചുകൂടി അവരോട് പറഞ്ഞതെന്താൽ, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മാലിന്യത നീക്കിക്കളവി. നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് പ്രവർത്തിച്ച് അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിൽ നിന്നും മുഖം തിരിച്ച് അതിന് പുറം കാട്ടുമാറാക്കുകയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ. ഐ ലബോ സകന ഹസ്തരിയ നാജുല ഹസ്തരേക്കിരിയ മഹസ്തിയ ഹബോഷിക്കിയ സരതര ഹസ്തു. കഥാവ്യ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് അവിടുന്ന് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ എല്ലാം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കഥാവ്യ വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് ജനത്തോട് ഇടപെടണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം അതിൻ്റെ 29-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹിസ്കീയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി 29 സംവത്സരം യെരൂശലേമിലെ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സഖ്യാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ അവളും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തതായി നമുക്ക് കാണപ്പെടുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ
ദൈവത്തിന് പ്രസാദമുള്ളതാണോ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ സ്വയമായി ഒന്ന് വിലയിരുത്തേണ്ടതാണ്. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ആരും ഇവിടെ വിശുദ്ധനാരുമില്ല, ആരും നീതിമാനില്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ വിശുദ്ധൻ. അവൻ വിശുദ്ധനാണ്, മഹാപരിശുദ്ധൻ. അവൻ ഏക സത്യദൈവമായ നമ്മുടെ കർത്താവാണ്. അവൻ മാത്രമാണ് നീതിമാനായവൻ, വിശുദ്ധനായവൻ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ അവിടുത്തെ നീതിമാന്മാരായി. അത് നമ്മുടെ ശുദ്ധീകരണത്താലോ നമ്മുടെ വിശുദ്ധീകരണത്താലോ അല്ല. മാനവരാശിയുടെ പാവങ്ങളെ മുഴുവനും താൻ വഹിച്ചുകൊണ്ട് തൻ്റെ അവസാന തുള്ളി രക്തം കൊടുത്തുകൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളും മകനും മകളുമായി തീർന്നു. അങ്ങനെ അവനിലൂടെ, അവൻ നൽകിയ രക്തത്തിലൂടെ നാം നീതിമാന്മാരായി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അവൻ തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആലയം, നമ്മുടെ ഹൃദയമായ ആലയത്തെ, നമ്മുടെ ഹൃദയമായ മന്ദിരത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നവരായി, നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. ദാവീദിന്റെ മകളുടെ ജീവിതത്തിൽ അതേ ദാവീദിന്റെ അപ്പനെ പോലെ വർഷം തോറും ആലയം ഒരുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. നാം നമ്മെ തന്നെ, നമ്മുടെ ഹൃദയമായ ആലയത്തെ നമ്മൾ ഒരുക്കുന്നവരായി, ശുദ്ധീകരിക്കുന്നവനായി, വിശുദ്ധീകരിക്കുന്നവനായി നമുക്ക് മാറുവാൻ സാധിക്കണം. 1 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പുതിയ നിയമപ്രകാരം അനുസരിച്ച് ദൈവത്തിൻ്റെ ആലയം നമ്മുടെ ഹൃദയമായ ആലയമാണ്. ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവർത്തികൾ, ചിന്താവിചാരങ്ങൾ, ഭാരങ്ങൾ എല്ലാം നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. അത് നമ്മുടെ നിത്യജീവന്റെ യാത്രയിലേക്ക് അത് തടസ്സമായി മാറുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം, പുതിയ നിയമപ്രകാരം നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം. ആ ഹൃദയമാകുന്ന വാസസ്ഥലത്തെ നമ്മൾ നിരന്തരം ശുദ്ധീകരിക്കുന്നവനായി, നിരന്തരം ക്രമപ്പെടുത്തുന്നവനായി, നിരന്തരം ദൈവവചനമായി നമ്മൾ കമ്പയർ ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യ ജീവനിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഗലാത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡ അഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഉച്ചിക്കുന്നത് ചെയ്യത്തക്കവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ചു നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആവിചാരം, പക, പിണക്കം, ജാരപുഷം, ക്രോധം, ശാഠ്യം, ദന്തവശം, ഭിന്നത, അസൂയ,
മദ്യപാനം, വെരിക്കൂത്ത് മുതലായവ എന്നിവ ഒഴിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പുതിയ നിയമപ്രകാരം നമ്മുടെ ആലയം, ദൈവത്തിൻ്റെ ആലയം നമ്മുടെ ഹൃദയമാകുന്ന ആലയമാണ്. ആ ഹൃദയമാകുന്ന ആലയത്തിനുള്ളിലുള്ള ദൈവഹിതമില്ലാത്ത, ആലയത്തെ നശിപ്പിക്കുന്ന അശുദ്ധികൾ എല്ലാം നമ്മൾ മാറ്റുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ, എന്നാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡ അഭിലാഷം ആത്മാവിനും, ആത്മ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ചെയ്യത്തക്കവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ, എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ, നമ്മുടെ മന്ദിരത്തെ, ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആലയത്തെ നശിപ്പിക്കുന്ന ചില ക്രിയകളാണ്. ദുർനടപ്പ്, മദ്യപാനികളുടെ കൂടെ നടക്കുക, മറ്റ് ദുർനടപ്പുകാരുടെ കൂടെ നടക്കുക, ഇതെല്ലാം നമ്മെ അശുദ്ധിയെ, നമ്മുടെ മന്ദിരത്തെ നശിക്കുന്നവന് നമ്മുടെ മന്ദിരം നശിക്കുവാനിടവരും. നമ്മുടെ ഹൃദയമായ ആലയം, ദൈവം വസിക്കുവാൻ, ദൈവം വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആലയത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നവരായി മാറുവാൻ സാധിക്കണം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരഘോഷം, ക്രോധം, ശാഠ്യം, ദന്തവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളെ മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവരാജ്യത്ത് കടക്കണമെങ്കിൽ നീ ഒരു മദ്യപാനിയാണെങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല. ഒരു മദ്യപാനി തൻ്റെ ഹൃദയമാകുന്ന ആലയത്തെ നശിപ്പിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്ക് അവന് പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ചില മദ്യപാനികൾ കേൾക്കുന്നവരുണ്ട്. ഇന്നൊന്ന് മാനസാന്തരപ്പെടുവാൻ, കർത്താവേ, ഞാൻ അങ്ങയുടെ ആലയത്തെ നശിപ്പിക്കുന്ന വ്യക്തിയാണ്, അങ്ങയുടെ ഹൃദയമായ മന്ദിരത്തെ, അങ്ങ് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയമായ ആലയത്തെ നശിപ്പിക്കുന്ന വ്യക്തിയാണ്, എന്നോട് ക്ഷമിക്കണമേ, അവിടെ നിന്നോട് പൊറുക്കണമേ എന്ന് ആര് പറയുവാൻ സാധിക്കുന്നുവോ, നിന്റെ പാപം എത്ര കടുചുമപ്പാണെങ്കിലും അതിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ, ഒരു കർത്താവിൻ്റെ കരുതലെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. അപ്പോൾ നമ്മുടെ യാത്രകൾ ആത്മാവിനെ അനുസരിച്ച് നമുക്ക് നടക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ആലയത്തെ, ഹൃദയമായ ആലയത്തെ നമുക്ക് ശുദ്ധീകരിക്കുവാൻ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അതിനെ ശുദ്ധീകരിച്ച് നിത്യതയിലേക്കുള്ള യാത്ര വരെ അത് ശുദ്ധീകരിച്ച് നമുക്ക് പോകുവാൻ സാധിക്കണം. 2 ദിനവൃത്താന്തം 29 അതിൻ്റെ 4-ാം വാക്യം. അറ്റകുറ്റം തീർത്ത് അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്ക് വിശാല സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അവരോട് പറഞ്ഞതെന്തെന്നാൽ, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച്, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി, നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അറ്റകുറ്റം തീർത്ത് അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി
കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അവരോട് പറഞ്ഞതെന്നാൽ, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച്, നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നവനായി, ദൈവത്തിൻ്റെ ആലയത്തെ പരിപാലിക്കുന്നവരായി, അത് നിരന്തരം ശുദ്ധീകരിക്കുന്നവരായി, അത് ദിവസേന ശുദ്ധീകരിക്കുന്നവരായി, മാസം തോറും ശുദ്ധീകരിക്കുന്നവരായി, വർഷം തോറും അത് ശുദ്ധീകരിക്കുന്നവരായി, നമ്മുടെ ഹൃദയമായ മന്ദിരത്തെ, ആലയത്തെ, ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവം വസിക്കുന്ന നമ്മുടെ ഹൃദയമായ ആലയത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നവരായി, വിശുദ്ധീകരിക്കുന്നവരായി, നമ്മെ തന്നെ ശോധന ചെയ്യുന്നവനായി നമുക്ക് മാറുവാൻ സാധിക്കണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മാലിന്യത നീക്കിക്കളയും. അപ്പോൾ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയമായ ആലയത്തിലെ ദൈവത്തിന് ഹിതമില്ലാത്ത മാലിന്യങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യത്തില്ല. ഞാൻ നിന്റെ വാതിൽക്കൽ വന്നു മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടുകൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം നൽകും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അത് കർത്താവ് നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ഞാൻ വാതിൽക്ക് വന്നു മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം ജയിക്കുന്നവരായി മാറുവാൻ സാധിക്കണമെങ്കിൽ ആലയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മാലിന്യം നീക്കിക്കളയുകയും, അതെ, അപ്പം നമ്മുടെ ആലയത്തെ, നമ്മുടെ ഹൃദയമായ ആലയത്തെ ശുദ്ധീകരിച്ച് നമ്മൾ ആ മാലിന്യത്തെ നീക്കുന്നവരായി, നമ്മെ ശുദ്ധീകരിക്കുന്നവരായി, നമ്മെ ശോധന ചെയ്യുന്നവരായി, നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. 2 ദിനവൃത്താന്തം അതിൻ്റെ 29:5, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മാലിന്യം നീക്കിക്കളയും. നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് പ്രവർത്തിച്ചു, അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസങ്ങളിൽ നിന്നും മുഖം തിരിച്ച് പുറം കാട്ടാനാക്കി ചെയ്തുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 430 വർഷത്തോളം അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്ന് ജീവിച്ച നമ്മുടെ പിതാക്കന്മാരെ കാണുവാൻ സാധിക്കും. വലിയ അടിമത്തത്തിൽ കടന്ന വലിയ ഒരു കൂട്ടം ജനത്തെ ചെങ്കടൽ പിളർത്തിക്കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിമേഘവുമായി നടത്തിയ ഒരു ദൈവത്തിൻ്റെ കരുതലിനെ അവർ മറന്നുകൊണ്ട് ജീവിച്ച ഒരു വലിയ കൂട്ടം ജനത്തെ നമുക്ക് കാണുവാൻ സാധിച്ചു. ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനോ തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ജീവിതമാകുന്ന മരുഭൂമിയിൽ നിന്നെ ഈ 20 വർഷം, നിന്നെ ഈ 50 വർഷം, നിന്നെ ഈ 80 വർഷം, നിന്നെ ഈ 70 വർഷം, നിന്നെ ഈ 35 വർഷം നിന്നെ നടത്തിയ ഒരു ദൈവത്തെ നീ ഓർക്കുന്നവനായി മാറുവാൻ സാധിക്കണം. ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം.
അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിഷമിപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, യഹോവയുടെ കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനങ്ങൾ, വാക്കുകളാൽ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കും. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിഷമിപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നീ ഗ്രഹിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയതുമില്ല, നിന്റെ കാൽ വിങ്ങിപ്പോയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 39 വർഷത്തോളം ഒരു വലിയ ഒരു ജനക്കൂട്ടത്തെ കാദേശ് മരുഭൂമിയിലൂടെ ചുറ്റിച്ച അനുഭവം, അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയമായ ആലയത്തെ അവർ ശുദ്ധിയില്ലാതെ, അശുദ്ധീകരണം ജീവിതത്തിൽ ഹൃദയമായ ആലയത്തെ അശുദ്ധീകരണം വന്നത് കാരണം ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ പെറുപെറുക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. 430 വർഷത്തോളം ഇസ്രയേൽ ജനങ്ങൾ മിസ്രൈമിൽ അടിമത്തത്തിൽ കടന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നു. എന്നാൽ കാദേശ് മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ ഇവർ പിറുപിറുക്കുന്ന അനുഭവം കടന്നു വന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ നടത്തിയ ദൈവത്തെ, നിന്നെ പുലർത്തിയ ദൈവത്തെ നീ മറന്ന് ജീവിക്കരുത്. നീ മറന്നാൽ നിന്റെ ഉള്ളിൽ, ഹൃദയമായ മന്ദിരത്തിൽ, ആലയത്തിനുള്ളിൽ അതേ അശുദ്ധി കടന്നത് കണ്ടുകൊണ്ടാണ്, വിശുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് പലപ്പോഴും നീ ദൈവത്തെ മറന്നു ജീവിക്കുന്നവനായി കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ അവർ വാഗ്ദത്ത ദേശം നോക്കി യാത്ര ചെയ്തുവെങ്കിലും പലരും വഴിയിൽ പെട്ടുപോകുവാനിട വന്നു. എന്നാൽ കേൾക്കുന്ന ആരും അതേ യാത്രമധ്യയിലാണ്. എല്ലാവരും യാത്രമധ്യയിലാണ്. നാം ആരും പെട്ടുപോകാതെ നമ്മുടെ ഹൃദയമായ മന്ദിരത്തെ നമ്മൾ വിശുദ്ധീകരിച്ച് ക്രമപ്പെടുത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പുതിയ നിയമപ്രകാരം അനുസരിച്ച് മന്ദിരം ഹൃദയമാണ്. നമ്മുടെ ഹൃദയമായ മന്ദിരത്തിൽ ദൈവം വാസം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ വാതിൽക്ക് വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ എന്നോടുകൂടെയും ഞാൻ അവനോടുകൂടെയും ഞാൻ അത്താഴം ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. അതേ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ നടത്തുന്ന, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. ആ ദൈവമാണ് നമ്മുടെ ഹൃദയമായ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ എന്നോടുകൂടെയും ഞാൻ അവനോടുകൂടെയും അത്താഴം കഴിക്കും. അപ്പം നമ്മെ ശോധന ചെയ്യുന്ന, നമ്മുടെ ഹൃദയമായ വാതിലിൽ മുട്ടുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്തം അതിൻ്റെ 29 മുതൽ 5 വരെയുള്ള യെസെക്കിയാവ് 25-ാം വയസ്സിൽ വായിച്ചു തുടങ്ങി 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സെഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. ഇന്ന് നമ്മുടെ ഹൃദയമായ ആലയത്തെ നാം തന്നെ ശോധന ചെയ്ത് അറ്റകുറ്റങ്ങൾ, ഞാൻ ഏത് മേഖലയിലാണ്
കുറവുകളുള്ളവനായി മാറിയത്. കർത്താവേ, ഞാൻ ഏത് മേഖലയിലാണ് എൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കേണ്ടത്? നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. ഈ വചനം മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി ഹൃദയമായി ആലയത്തെ ശുദ്ധീകരിക്കുന്നവരായി മാറുവാനിടവരട്ടെ. കണ്ണുനീരോടെ നിലവിളിക്കുന്ന അനേകരുണ്ട്. എന്നെ സഹായിക്കുവാൻ ഇല്ലെന്ന് ഭാരപ്പെടുന്ന നിലവിളിക്കുന്ന ചില കുടുംബ മണ്ഡലങ്ങൾക്ക് സ്വർഗം അവിടുന്ന് പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. ഗൾഫിൻ്റെ വിവിധ മേഖലയിൽ ഭാരപ്പെടുന്ന കണ്ണുനീരോടെ നിലവിളിക്കുന്ന ചില കുടുംബ മണ്ഡലങ്ങളെ കർത്താവേ, നീ അവിടുന്ന് സ്പർശിച്ചതിനായി, അവരുടെ വിഷയത്തിന്മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി നന്ദി. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. God bless you.